ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചപ്പാത്തി ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ചപ്പാത്തി എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പി തന്നെയാണ്. പക്ഷെ ഞാൻ ഇതിൽ കാണിക്കുന്നത് ചപ്പാത്തി വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ പരത്തിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഇതിൽ നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതും കൂടെ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ചപ്പാത്തി ഉണ്ടാക്കുന്നതാണ് വളരെ ടൈം എടുക്കും എന്നൊക്കെ പറയാറുണ്ട്. അപ്പം അങ്ങനത്തെവരൊക്കെ ഈ വീഡിയോ നിർബന്ധമായിട്ടും കാണുക. നിങ്ങൾക്ക് അത്രയൊന്നും സമയം വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ ചപ്പാത്തി പരത്തിയെടുക്കാൻ പറ്റും. ചപ്പാത്തി മേക്കറിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഒരേ സമയം തന്നെ നമുക്ക് 2, 3, 4 ചപ്പാത്തിയൊക്കെ ഒരേ ടൈമിൽ തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇതിനു വേണ്ടി നമുക്ക് ആദ്യം ഒരു പരന്നൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അരച്ചു വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടിയാണ്. അത് ഞാൻ കുറച്ചിടുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര ആവശ്യമുള്ളത് അത്ര എടുത്താൽ മതി. ഞാൻ കുറച്ച് പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് വെള്ളത്തിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല തിളച്ച വെള്ളം തന്നെ എടുക്കുക. ഇപ്പൊ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുക. വെള്ളം കൂടി പോകണ്ട. നമുക്കൊരു സ്പൂണിന്റെ അല്ലെങ്കിൽ ഒരു ഫോർക്കിന്റെ ഒരു ബാക്ക് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത്യാവശ്യം വെള്ളം ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ എത്ര പൊടി എടുക്കണോ അതിനനുസരിച്ച് ചപ്പാത്തി നിങ്ങൾ സാധാരണ കുഴക്കുന്ന പോലെ ആ ഒരു പരുവത്തിൽ തന്നെ കുഴക്കുക. പക്ഷെ അതിന് ചൂടുള്ള നല്ല തിളച്ച വെള്ളം തന്നെ എടുക്കുക. ഇങ്ങനെ ആണെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് കിട്ടുക. നന്നായിട്ട് ഇളക്കി നോക്കുക. ആവശ്യത്തിന് വെള്ളമായിട്ടുണ്ടെങ്കിൽ പിന്നെ വെള്ളം ചേർക്കണ്ട. അപ്പൊ ഏകദേശം വെള്ളം ആയിട്ടുണ്ട്. നമുക്ക് തണുക്കാനായിട്ട് മാറ്റിയേക്കാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഓയിൽ എടുത്തിട്ട് നമ്മളെ കയ്യിലൊന്ന് പുരട്ടി വെക്കാം. നമ്മള് പൊടി നമ്മുടെ കയ്യിൽ വല്ലാണ്ട് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ച് മതി. പിന്നെ ഇങ്ങനെ പരന്ന പ്ലേറ്റിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് പൊടി ചൂടാറും ചെയ്യും. നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. സാധാ വെള്ളത്തിലിട്ട് കുഴക്കുന്നേക്കാളും നല്ല സോഫ്റ്റ് ആയിരിക്കും ചപ്പാത്തി നമ്മളിങ്ങനെ തിളച്ച വെള്ളം കൊണ്ട് ചെയ്യുമ്പോ. നമ്മളിവിടെ ചപ്പാത്തിന്റെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണിത്. നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല കുഴക്കാനൊന്നും. വളരെ പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാൻ പറ്റും. ഇത് നമുക്ക് കുഴച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുഴച്ചേക്കുന്ന തന്നെ നമുക്ക് ചപ്പാത്തി പരത്തി ചുട്ടെടുക്കുകയും ചെയ്യാം. നമുക്ക് ചെറിയ ഉരുളകളാക്കി വെക്കാം. ചപ്പാത്തിന്റെ നിങ്ങൾക്ക് ഏത് വലിപ്പത്തിലാണോ ചപ്പാത്തി വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ ഉരുട്ടിയെടുത്താൽ മതി. ഞാന് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബോൾസ് തന്നെ ആക്കിയിട്ട് എടുക്കണേ. ചിലര് ചെറിയ ചപ്പാത്തിയാവും ഉണ്ടാക്കുക. അത്യാവശ്യം വലിയ ചപ്പാത്തി ആണെങ്കിൽ നമുക്ക് അധികം എണ്ണം കുറക്കാം. പെട്ടെന്ന് തന്നെ നമ്മുടെ പണി തീരുകയും ചെയ്യും. അപ്പൊ ഞാൻ 6 ബോൾസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് 6 ബോൾസ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ആൾക്കനുസരിച്ച് എത്ര ചപ്പാത്തി ഉണ്ടാക്കണം അതിനനുസരിച്ച് ചെയ്താൽ മതി. നമുക്ക് ഇങ്ങനെ ഒരു പത്തിരി പ്രസ് എടുത്തിട്ട് ഇതിൽ ഞാൻ ഒരു കവർ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ ചെയ്തതാണ്. അപ്പൊ ഇതിൽ വെച്ചിട്ട് നമുക്ക് ഓരോ ബോളും ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചപ്പാത്തി ശരിക്കും പരത്താൻ അറിയാത്തവർക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി തന്നെ കിട്ടും. റൗണ്ട് ഷേപ്പ് തന്നെ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ പരത്തി വെക്കാം. ഇങ്ങനെ ആകുമ്പോ നമുക്ക് അധികം പരത്താൻ ഉണ്ടാവില്ല. പകുതി നമ്മള് പ്രസ്സുമേ തന്നെ അമർത്തി വെച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ മൊത്തം നമുക്കൊന്ന് പരത്തി മാറ്റി വെക്കാം. നിങ്ങളിങ്ങനെ പരത്തുന്ന സമയത്ത് തന്നെ ചുട്ടെടുക്കും കൂടി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേഗം
ചപ്പാത്തിൻ്റെ പരിപാടിയൊക്കെ തീരും. ഞാനിപ്പോൾ ഇത് വീഡിയോ ചെയ്യായതുകൊണ്ട് എനിക്ക് ഒരേ സമയം തന്നെ രണ്ടും കൂടെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. ഞാൻ സാധാരണ പരത്തുമ്പോൾ തന്നെയാണ് ചുട്ടെടുക്കലും. അപ്പോൾ പെട്ടെന്ന് തന്നെ ചപ്പാത്തിൻ്റെ പരിപാടി തീരും. അപ്പോൾ നമ്മൾ മൊത്തം ഇങ്ങനെ ഒന്ന് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഒരു കൗണ്ടർ ടോപ്പ് തുടച്ചിട്ട് നിങ്ങൾക്ക് അതിൽ പരത്തിയെടുക്കാം. ഇല്ലെങ്കിൽ ഇതുപോലെ ചപ്പാത്തി പലകമ വെച്ചിട്ട് നിങ്ങൾക്ക് പരത്താം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ ഈ കൗണ്ടർ ടോപ്പ് തന്നെ ഒന്ന് തുടച്ചിട്ട് വൃത്തിയാക്കിയിട്ട് ഇതിമ തന്നെ ഇട്ടിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം 2 ചപ്പാത്തി ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് പരത്താം. ഓരോ ചപ്പാത്തി എടുത്തിട്ട് പൊടിയിൽ മുക്കിയിട്ട് സാധാരണ ചപ്പാത്തി പരത്തുന്നത് പോലെ തന്നെ പൊടി ഇട്ടെടുത്തിട്ട് ചപ്പാത്തി വെക്കുക. അതിന്റെ മേൾക്ക് രണ്ടാമത്തെ ചപ്പാത്തി ഇതുപോലെ പൊടിയിൽ മുക്കിയെടുത്തിട്ട് വെച്ചെടുക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു ചപ്പാത്തി ആവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് 2 ചപ്പാത്തി 3 ചപ്പാത്തി ഒക്കെ ഒരുമിച്ച് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നമുക്കതൊന്ന് പരത്തിയെടുക്കാം. പരത്തുന്ന സമയത്ത് ഇടക്ക് നിങ്ങളൊന്ന് നോക്കുക. ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പൊടി ഒന്ന് ഇട്ടെടുത്താൽ മതി. വെച്ചിട്ട് നമുക്ക് എത്ര വലുപ്പം വേണം അതിനനുസരിച്ച് പരത്തി കൊടുത്താൽ മതി. ശരിക്കും ഒട്ടാതെ തന്നെ നമുക്ക് ചപ്പാത്തി റെഡിയാവും. അപ്പൊ ഒരു സമയത്ത് തന്നെ ഇപ്പൊ നമ്മൾ 2 ചപ്പാത്തി ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ എക്സ്പീരിയൻസ് ആവുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എണ്ണം കൂട്ടി കൊടുക്കാം. 4 എണ്ണം 3 എണ്ണം ഒക്കെ വെച്ചിട്ടൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് 3 ചപ്പാത്തി വെച്ചിട്ട് ഞാൻ ചെയ്ത് കാണിക്കാം. അതുപോലെ തന്നെ ഓരോ ചപ്പാത്തി എടുത്തിട്ട് നിങ്ങൾ പൊടിയിൽ മുക്കിയിട്ട് വെക്കുക. പൊടി ഇല്ലെങ്കിൽ പെട്ടെന്ന് ഒട്ടിപ്പോവും. ചപ്പാത്തി കുഴക്കണ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക വെള്ളം കൂടി പോകാതെ. നമ്മൾ 3 വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യത്തെ പോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തി റോളർ കുറച്ച് വലുതാണ് കേട്ടോ. എനിക്കതിൽ ശീലമായിട്ടുണ്ട്. അപ്പൊ നമ്മളത് ഒട്ടുണ്ടാവും ശ്രദ്ധിക്കുക. ഉണ്ടെങ്കിൽ അത് കുറച്ച് പൊടി തൂവി കൊടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെ ആണെങ്കിൽ ചപ്പാത്തി പരത്തലൊക്കെ വളരെ പെട്ടെന്ന് കഴിയും. അങ്ങനെ ഞാൻ ചപ്പാത്തി പരത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ശരിക്കും ഒട്ടി പിടിക്കാതെ തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടൊരു ചപ്പാത്തി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 3 പൊടി തട്ടിയിട്ട് നിങ്ങൾ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. നമുക്ക് ഈ ചപ്പാത്തി ചുട്ടും കൂടെ ഞാൻ കാണിക്കാം. നമ്മൾ മൊത്തം ചപ്പാത്തി ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. നിങ്ങളെ ഇഷ്ടം പോലെ 3 എണ്ണം 4 എണ്ണൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് സ്റ്റൗ ഓൺ ആക്കിയിട്ട് ഞാനൊരു തവയാണ് വെച്ചിട്ടുള്ളത്. നിങ്ങള് ചപ്പാത്തി ചുട്ടെടുക്കുന്ന എന്തെങ്കിലും ഒരു ചട്ടി വെച്ച് കൊടുക്കുക. അപ്പൊ അതിൽ ചൂടായതിനു ശേഷം ഞാൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം തീ തന്നെ ചുട്ടെടുക്കുക. എന്നാലേ നമുക്ക് പെട്ടെന്ന് ചപ്പാത്തി ആയി കിട്ടുള്ളൂ. ഒരു ഭാഗം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഞാന്. ആ ഭാഗം ചെറുതായിട്ട് ഇങ്ങനെ ഒരു പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് മറ്റേ ഭാഗം കൂടെ തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് സമയം വെച്ചു കൊടുക്കുക അതൊന്ന് പൊങ്ങി വരാനായിട്ട്. ചപ്പാത്തി നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ചപ്പാത്തി നമ്മുടെ കുഴക്കലൊക്കെ ശരിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ പൊങ്ങി വരും ചപ്പാത്തി.
ഇങ്ങനെ പൊങ്ങി വന്നാലേ ചപ്പാത്തി സോഫ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മുടെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് കേട്ടോ. എന്നാൽ നമുക്ക് ബാക്കിയുള്ള ഓരോന്നും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. രണ്ടാമത്തെ പ്രാവശ്യങ്ങൾ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് ശരിക്കും ഒന്ന് കറക്റ്റായിട്ടൊന്ന് പൊങ്ങി വന്നോളൂ. പൊങ്ങി വന്ന സമയത്ത് നമുക്ക് പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൊത്തം അങ്ങനെ ഒന്ന് ചുട്ടെടുക്കാം. ഞാനങ്ങനെ മൊത്തം ചുട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങളിത് ഒന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് കാസറോളിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെ ഉണ്ടാക്കിയതാണെങ്കിലും രാത്രിക്ക് ഉപയോഗിക്കാം. അതുപോലെ രാത്രി ഉണ്ടാക്കുന്നതാണെങ്കിൽ രാവിലെയൊക്കെ എടുക്കുക. അപ്പോഴൊക്കെ സോഫ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇനി ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഒരു ബുദ്ധിമുട്ടാണെന്ന് ആരും പറയരുത്. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ചെയ്യുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ. അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും വേണ്ടി ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.